വെൽക്കം ബാക്ക് ടു മുഅല്ലിമ ചാനൽ. ചില ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കാറില്ലേ, ഇന്നത്തെ ദിവസം എന്താ ഇങ്ങനെ, ഇന്നൊരു കാര്യവും നടക്കുന്നില്ലല്ലോ, പണികളൊന്നും കഴിയുന്നില്ലല്ലോ, മനസ്സിനൊരു സമാധാനം കിട്ടുന്നില്ലല്ലോ, ഇന്നൊരാവശ്യത്തിന് പുറത്തു പോയ കാര്യം നടക്കുന്നില്ലല്ലോ, ആകെ തടസ്സങ്ങളാണല്ലോ, ഇന്നത്തെ കച്ചവടം മോശമായിരുന്നല്ലോ, കയ്യിലുള്ള ക്യാഷ് മൊത്തം ചിലവായല്ലോ. ഇതുപോലുള്ള വിഷമം പിടിച്ച ദിവസങ്ങൾ ഉണ്ടാവാറുണ്ടോ നിങ്ങൾക്ക്? ഒരു ദിവസത്തിൻ്റെ തുടക്കം നന്നായാൽ മാത്രമേ ആ ദിവസം മുഴുവൻ നന്നാവുകയുള്ളൂ. രാത്രി നേരത്തെ ഉറങ്ങി രാവിലെ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് നേരത്തെ എഴുന്നേൽക്കുന്നത് മുതൽ നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്നു. വുളു എടുത്ത് സുബഹി നിസ്കരിച്ച് നമ്മൾ ആദ്യം കൈകൊണ്ട് തൊടുന്നത്, ആദ്യം നോക്കുന്നത്, ആദ്യം മനസ്സിലെത്തുന്നത് പരിശുദ്ധ ഖുർആൻ ആണെങ്കിലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഓരോ ദിവസത്തിൻ്റെയും പകലിൻ്റെ തുടക്കത്തിൽ ആരെങ്കിലും യാസീൻ ഓതിയാൽ അവൻ്റെ എല്ലാ ആവശ്യങ്ങളും സാധിക്കുന്നതാണ്. പകലിൻ്റെ തുടക്കത്തിൽ ആരെങ്കിലും സൂറത്ത് യാസീൻ പാരായണം ചെയ്താൽ വൈകുന്നേരം വരെ അവൻ്റെ എല്ലാ കാര്യത്തിലും എളുപ്പം നൽകപ്പെടും. അതുപോലെ തന്നെ ഒരു ദിവസത്തിൻ്റെ തുടക്കത്തിൽ ഒരു വട്ടം യാസീൻ സൂറത്ത് ഓതിയാൽ ആ ദിവസം മുഴുവൻ ചെറുതും വലുതുമായ എല്ലാ കാര്യത്തിലും അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കും. മാത്രമല്ല, അന്ന് നമ്മൾ എന്ത് കാര്യത്തിന് മുന്നിട്ടിറങ്ങിയാലും ഒരു തടസ്സവും ഉണ്ടാകില്ല, ഒരു പ്രയാസവും ഉണ്ടാകില്ല, എല്ലാ കാര്യങ്ങളും നമുക്ക് എളുപ്പമായിരിക്കും. സുബഹിക്ക് ഒരു വട്ടം സൂറത്ത് യാസീനും മറ്റു സൂറത്തുകളും ദിക്റുകളും സൂര്യൻ ഉദിക്കുന്നതുവരെ ചൊല്ലിയാൽ, സുബഹി നിസ്കരിച്ച ഉടനെയുള്ള ഉറക്കം ഒഴിവാക്കിയാൽ ആ ദിവസം മുഴുവൻ ഏറ്റവും സുന്ദരമുള്ളതായി മാറും. വീട്ടിൽ ബർക്കത്തുണ്ടാകും, വീട്ടിൽ വഴക്കില്ലാതാകും, അനാവശ്യമായി പണം ചിലവാകില്ല. പിന്നെ ഒരുപാട് പേര് പറയുന്ന കാര്യമാണ്, ഞാൻ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. കണ്ണിനെയും നാവിനെയും കൽബിനെയും തെറ്റിൽ നിന്ന് നിയന്ത്രിക്കാൻ സുബഹിക്ക് ശേഷം യാസീൻ പതിവാക്കിയാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സൂറത്തു യാസീൻ ഒരാൾ പകലിലോ രാത്രിയിലോ പാരായണം ചെയ്താൽ അവന് തെറ്റുകൾ സംഭവിക്കില്ല. ഇന്നത്തെ ദിവസം എനിക്ക് നന്നാവണം, സമാധാനം വേണം, എല്ലാ കാര്യങ്ങളും നടക്കണം, ഈ ദിവസം എനിക്ക് എൻ്റെ റബ്ബിൻ്റെ സഹായം വേണം, ഇതെല്ലാം ആഗ്രഹിക്കുന്നവർ യാസീൻ സൂറത്ത് സുബഹിക്ക് ശേഷം ഓതാൻ മറക്കരുത്. അതുപോലെ സുബഹിക്ക് ശേഷം ഉറങ്ങരുത്. എല്ലാവർക്കും നല്ലത് പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കുന്നു.